മഹാന്മാരായ ദീനിന്റെ സേവകന്മാരനുഭവിച്ച ത്യാഗങ്ങൾ എത്രയാണ് അറിയുമോ സഹോദരന്മാരെ? ഒരു ഉദാഹരണം പറയാം. ബഹുമാനപ്പെട്ട സയ്യിദുനാ മുസ്ലിം ഇബ്നു അഖീൽ റളിയല്ലാഹു അൻഹുവിനെ അറിയുമോ? ആരാണ് മുസ്ലിം ഇബ്നു അഖീൽ റളിയല്ലാഹു അൻഹു? ആരാണ്? മുസ്ലിം ഇബ്നു അഖീൽ ഇബ്നു അബീ ത്വാലിബാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരനായി വരുന്ന മഹാനാണ്. അതാ കർബല എന്ന് പറയുന്ന നാട്ടിലേക്ക്, ആ കർബലയിലെ കൂഫയിലുള്ള ആളുകൾ, കൂഫക്കാരായ ആളുകൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്. നിങ്ങൾ ഇവിടേക്ക് വന്ന് ഭരണകേറ്റെടുക്കണമെന്ന് പറയുമ്പോ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു മുസ്ലിം റളിയല്ലാഹു അൻഹുവിനെ, അഥവാ സഹോദര സമാനനായ മഹാന് പറഞ്ഞുവിടുന്നു, നിങ്ങളൊന്ന് കൂഫയിലേക്ക് ചെല്ലണേ. മുസ്ലിം ഇബ്നു അഖീൽ എന്നവരോ വലിയ യോദ്ധാവാണ്, വലിയ ധീരനാണ്. ആര് കണ്ടാലും മഹാനവറുകളെ പേടിച്ചു പോകുന്ന വിധത്തിൽ വലിയ ധൈര്യവാനാണ്. അതുകൊണ്ട് ഓ മുസ്ലിമേ, നിങ്ങൾ കൂഫയിലേക്ക് പോകുമ്പോ ഒരു പോരാട്ടത്തിന് വേണ്ടിയല്ല എന്ന് ചെല്ലുന്നതെന്നറിയാൻ നിങ്ങളുടെ ചെറിയ മക്കളായ അതാ പ്രിയപ്പെട്ട മുഹമ്മദിനെയും ഇബ്രാഹീമിനെയും കൗമാരപ്രായക്കാരായ മക്കളാണ്, അവരെ ഒന്ന് കയ്യിൽ പിടിക്കണേ. മുസ്ലിം റളിയല്ലാഹു അൻഹു കൂഫയിലേക്ക് പോവുകയാണ്. ഒരു കയ്യിൽ മുഹമ്മദ് മോനുണ്ട്, മറ്റേ കയ്യിൽ ഇബ്രാഹിം മോനുണ്ട്. അവിടേക്ക് ചെല്ലുമ്പോൾ കൂഫക്കാരായ ആളുകൾ മഹാനായ മുസ്ലിം ഇബ്നു അഖീൽ റളിയല്ലാഹു അൻഹുവിനെ കൊന്നുകളഞ്ഞു. ചരിത്രം വിശാലമാണ്, പറയാൻ നേരമില്ല. ആ മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ഇപ്പോഴും കൂഫയിലുണ്ട്. മഹാനവറുകളുടെ ഖബർ സിയാറത്ത് ചെയ്യപ്പെടാവുന്ന വിധത്തിൽ അടയാളപ്പെട്ടതാണ്. ആ മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ രണ്ട് മക്കൾ, അഥവാ അഹ്ലു ബൈത്തിൽപ്പെട്ട രണ്ട് മക്കൾ, മുഹമ്മദ് ഇബ്രാഹിം എന്ന രണ്ട് മക്കളെ ജയിലിൽ അടച്ചു. ആ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല. റസൂലുള്ളാഹിന്റെ കുടുംബത്തിലെ മക്കളാണ്, അഥവാ ബനുൽ മുത്തലിബിൽപ്പെട്ട മക്കളാണ്. അഹ്ലുബൈത്തിൽപ്പെട്ട മക്കളായ രണ്ടുപേര് ജയിലിൽ കിടന്ന് വേദന അനുഭവിക്കുകയാണ്. ഒരു ദിവസം പാറാവുകാരനോട് പറഞ്ഞു, അല്ലയോ കാവൽക്കാരാ, ഞങ്ങൾ ആരാണെന്നറിയുമോ? മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ മക്കളാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബക്കാരാണ്. ഞങ്ങളെയാണ് നിങ്ങൾ ഇവിടെ ഇട്ട് പീഡിപ്പിക്കുന്നത്. ഞങ്ങൾക്ക് വല്ല സഹായവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? പാറാവുകാരന്റെ മനസ്സ് അലിയുകയാണ്. പാതിരാത്രിയുടെ പഴുതിൽ ജയിലിന്റെ വാതിൽ തുറന്നിട്ട് ഈ രണ്ട് മക്കളെയും അങ്ങ് മോചിപ്പിക്കുകയാണ്. ഈ മക്കളോട് പറഞ്ഞു, എവിടേക്കാന്ന് വെച്ചാ നിങ്ങൾ പോയി നടന്ന് രക്ഷപ്പെട്ടോ. മുഹമ്മദ് ഇബ്രാഹിം എന്നീ രണ്ട് മക്കൾ നടക്കുകയാണ്. നേരം വെളുക്കും വരെ യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് രാവിലെ അവർ എത്തിച്ചേർന്ന് ഒരു മരത്തിന്റെ തണലിൽ മാറി നിൽക്കുമ്പോൾ യൂഫ്രട്ടീസ് നദിയിൽ നിന്ന് വെള്ളമെടുക്കാൻ വേണ്ടി വന്ന ഒരു തള്ള അടുത്തേക്ക് ചെന്ന് ചോദിച്ചു, മക്കളെ, നിങ്ങൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? അവരാദ്യമെല്ലാം പറഞ്ഞൊഴിയാൻ നോക്കിയെങ്കിലും ഈ ഉമ്മ വിട്ടില്ല. അവസാനം നിഷ്കളങ്കരായ മക്കൾ വിവരം പറഞ്ഞു. നേരെ ഈ മക്കളോട് ഉമ്മ പറയാണ്, ഞാൻ നിങ്ങളെ വീട്ടിൽ കൊണ്ടുപോയി ആക്കിത്തരാം, ഭക്ഷണം തരാം. അങ്ങനെ വീട്ടുകാരിയായ ഉമ്മ ഈ രണ്ട് മക്കളെയും കൊണ്ടുപോയി അവരുടെ വീടിന്റെ പിന്നാമ്പുറത്ത് സാധാരണ ഉപയോഗിക്കാത്ത മുറിയിൽ താമസിച്ച്
ആവശ്യമായ ഭക്ഷണം നൽകിയിട്ട് പറയുകയാണ്, മക്കളെ, നിങ്ങൾ ഇവിടെ നിശബ്ദരായി കഴിഞ്ഞുകൂടണം. എന്റെ ഭർത്താവ് ഹാരിസ് എന്ന് പറയുന്നയാൾ ഇബ്നു സിയാദിന്റെ പട്ടാളത്തിൽപ്പെട്ടയാളാണ്. നിങ്ങളെ തിരിച്ചറിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളെ വിട്ടേക്കില്ല. അതുകൊണ്ട് നിങ്ങൾ മൗനമായി ഇവിടെ കഴിയണേ. അറിയുമോ സഹോദരന്മാരെ, റസൂലുള്ളാഹിന്റെ കുടുംബത്തിൽപ്പെട്ട ഓമന മക്കളാണ് കൗമാരപ്രായമുള്ള മക്കൾ. അതാ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് ക്ഷീണത്തിൽ ഉറങ്ങിപ്പോയി. പെട്ടെന്നു തന്നെ മുഹമ്മദ് മോൻ ഞെട്ടി എഴുന്നേൽക്കുകയാണ്, പൊട്ടിക്കരയുകയാണ്. ഇബ്രാഹിം മോൻ ചോദിക്കുകയാണ്, എന്തേ കരയുന്നത്? പറയുന്നു, അല്ലയോ സഹോദരാ, വാപ്പ എന്നെ മനാമിൽ വന്നുകൊണ്ട് കിനാവിൽ വന്നുകൊണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ എന്റെ വഴിയിൽ വരണേ മക്കളെ എന്ന് പറഞ്ഞ് വാപ്പ ഷഹീദായ രംഗമങ്ങ് മനസ്സിൽ കണ്ടുപോയി. രണ്ടുപേരും എഴുന്നേറ്റിരുന്ന് കരയുന്ന നേരത്താണ് വീട്ടുകാരൻ ഹാരിസ് അതാ ഇവിടെ ആരോ ഉണ്ടെന്ന് കരുതി വന്ന് രണ്ട് മക്കളെയും പിടിച്ച് യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് കൊണ്ടുപോയി നിർത്തുന്ന നേരത്ത് താരീഖ് കർബലയൊന്ന് മറിച്ചു നോക്ക് സഹോദരാ. മഹാനരായ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമക്കൾ യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് നിൽക്കുകയാ. അൽഹംദുലില്ലാഹ്, ഞങ്ങള് മഹാന്മാര് കിടക്കുന്ന ഇറാഖിലേക്ക് ചെന്ന് യൂഫ്രട്ടീസിന്റെ തീരത്ത് നിൽക്കുമ്പോഴാ മഹാന്മാരെ ഓർക്കുന്നത്. ചരിത്രമേ, ഇതെന്തൊരു വേദനയുള്ള അധ്യായമാണ്. യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് കൊണ്ട് നിർത്തിയിട്ട് ഈ മക്കളുടെ നേരെ വാളുയർത്താൻ നേരം ആ മക്കള് പറയാണ്, ഞങ്ങളാരെന്നറിയോ, ഞങ്ങള് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളുടെ കുടുംബത്തിലെ മക്കളാ. അതൊന്നും ഇവിടെ കേൾക്കേണ്ട ആവശ്യമില്ല, ഞങ്ങള് ചെറിയ കുട്ടികളല്ലേ, ഞങ്ങളെ വെറുതെ വിടാൻ പറ്റുമോ? അതൊന്നും ഇവിടെ വേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കബന്ധങ്ങൾ അറുത്തു മാറ്റിയിട്ട് ഇബ്നു സിയാദിന്റെ മേശപ്പുറത്ത് വെച്ച സമ്മാനം വാങ്ങാൻ പോവാ. നിങ്ങളെ ഇപ്പോൾ വധിച്ചു കളയാൻ പോവാണ്. മുഹമ്മദ് ഇബ്രാഹിം എന്നീ രണ്ട് മക്കള് ധൈര്യം വീണ്ടെടുത്തിട്ട് പറയാണ്, കുഴപ്പമില്ല, ലഹുഹിമമുല്ല മുൻതഹലികിബാരിഹ വഹിമ്മതുഹു സുഗ്റാ അജല്ലു മിനദ്ദഹരി. കാലത്തെ തന്നെ തോൽപ്പിച്ചു കളയുന്ന ധൈര്യത്തിന്റെ ഉടമയാണല്ലോ പുണ്യനബിതങ്ങള്. കാലത്തിന്റെ തന്നെ ധൈര്യം എന്ന് പറഞ്ഞാൽ കാലത്തിന് പ്രധാനമന്ത്രി മരിച്ചു എന്ന് വിചാരിച്ചിട്ട് വൈകുന്നേരം ആകാതിരിക്കൂല, രാവിലെ ആകാതിരിക്കൂല. അല്ലെങ്കിൽ കാലത്തിന്റെ ധൈര്യം എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള ജനങ്ങളുടെ മുഴുവനും ധൈര്യമാണ്. ആ കുടുംബത്തിലുള്ള പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബക്കാരായ മക്കള് പറയാണ്, ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങളൊന്ന് സുബഹി നിസ്കരിച്ചോട്ടെ. എന്റെയും നിന്റെയും ജീവിതത്തിലെ 5 നേരത്തെ നിസ്കാരത്തിൽ ഒരു വിട്ടുവീഴ്ചയും വരാൻ പാടില്ല. അത് കൃത്യമായി പാലിക്കേണ്ടതാ. വരട്ടെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ കുടുംബത്തിൽപ്പെട്ട ഓമന മക്കളതാ, ഞങ്ങളൊന്ന് സുബഹി നിസ്കരിച്ചോട്ടെ. സുബഹി നിസ്കാരം കഴിഞ്ഞ മക്കളെ പിടിച്ചിട്ട് ഇബ്നു സിയാദിന്റെ പട്ടാളത്തിൽപ്പെട്ട ഹാരിസ് എന്ന് പറയുന്ന കശ്മലൻ ആ രണ്ട് മക്കളുടെയും കഴുത്തറുത്തുകളയുകയാണ്. ഉടല് വലിച്ച് യൂഫ്രട്ടീസ് നദിയിലേക്ക് എറിഞ്ഞിട്ട് തല കൊണ്ടുപോയി ഇബ്നു സിയാദിന്റെ മുമ്പിൽ വെക്കുകയാ. എന്തിനാ മോനെ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഷഹീദായത്?
എന്തിനാ മോനെ മുസ്ലിമിനെ അഖീൽ നിങ്ങൾ ഷഹീദായത്? എന്തിനാ മോനെ നൂറുകണക്കിന് അഹ്ലു ബൈത്തിന്റെ മക്കൾ ഇവിടെ മരിച്ചു വീണത്? അല്ലാഹുവിന്റെ ഹബീബിന്റെ ദീനിനു വേണ്ടിയല്ലേ?